ഉള്ളിൽ ഒരേ സമയം എന്നോടും നിന്നോടുമുള്ള വാത്സല്യവും വേദനയും അഭിമാനവും സ്വകാര്യ അഹങ്കാരവും സൂക്ഷിക്കുന്ന അഖിലാണ്ടേശ്വരി. തെറ്റ് കണ്ടാൽ കൈ പൊള്ളിക്കുകയും അതേ മുറിവിൽ പിന്നെ മയിൽപീലി കൊണ്ട് തേൻ പുരട്ടി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അഖിലാണ്ടേശ്വരി. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ കാലിലൊരു മുള്ളുകൊണ്ടാൽ നെഞ്ചു മുറിഞ്ഞ് കരയുന്ന ഭാര്യ. ഇളയമേ ഒരു വഞ്ചന നടത്തിയാൽ നോട്ടം കൊണ്ട് നിർത്തി ദഹിപ്പിക്കുന്ന തൃച്ചംബരത്തെ ഗൃഹനാഥ. എന്താ ഇത് മച്ചു? ഈ ആനന്ദ് കല്യാണി പരിണയത്തിൽ ഞങ്ങളിടയ്ക്ക് ആശങ്കപ്പെടുമ്പോ ധൈര്യത്തിന്റെ ഒരു ഹിമാലയ പർവ്വതം പോലെയല്ലേ മച്ചു നിന്നത്? ഉറച്ച്. പിന്നെന്താ ഇപ്പോ ഒരു അമ്പരപ്പ്? അമ്പരക്കും. കാരണം വരുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാ, എന്റെ അമ്മ. അമ്മയുടെ മുന്നിൽ ഏത് ഹിമാലയം ഒന്ന് തലകുനിക്കും, ഏത് മകനും ഒന്ന് അമ്പരക്കുകയും ചെയ്യും. മനസ്സിൽ അമ്മ ആഗ്രഹിക്കാത്ത പെണ്ണിനെ പ്രണയിക്കുന്നവനെ അതിന്റെ ടെൻഷൻ മനസ്സിലാവും. ആനന്ദേ, ഇതെന്താ പോലീസൊക്കെ? ഇയാളെ ഇത് ആദ്യമായിട്ട് കാണുക. അച്ചു, DSP രാജശേഖരൻ തമ്പിയെ മൊത്തം കുഴപ്പം കേസാ. കാക്കിയിട്ട ചെലുത്താൻ ഉടനെത്തും. പകരം ഞാനുണ്ട്, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ. പോലീസിനെന്താ ഈ നടയിൽ കാര്യം? അയ്യോ, ചെറിയൊരു കാര്യമുണ്ടേ. ഞങ്ങളൊരു സീക്രട്ട് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ. എന്ത് ഡ്യൂട്ടി? എന്ത് ഇൻഫർമേഷൻ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്? വൈ നോട്ട്? കോടികൾ ടേൺ ഓവറുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോൾ പുതിയൊരു ബിസിനസ് കൂടി ആരംഭിച്ചു എന്നാണ് ഇൻഫർമേഷൻ. കള്ളനോട്ടടിയുടെ ബിസിനസ്. വാട്ട്? കള്ളനോട്ടടിയോ? വാട്ട് ദ ഹെൽ ഡു യു മീൻ? മുമ്പും പല പോലീസുകാരും ഇവിടെ വന്നിട്ടുണ്ട്. ആരും ഒരു സെർച്ചും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു കൊമ്പ്? അയ്യോ, കൊമ്പുണ്ട് മാഡം. ഇന്ത്യയിലെ എല്ലാ പോലീസുകാർക്കും കൊമ്പുണ്ടാവും. ആ കൊമ്പിന്റെ പേരാണ് ഇന്ത്യൻ പീനൽ കോഡ്, IPC. അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CRPC. ഞങ്ങൾ അത് വെച്ചങ്ങ് കുത്തിയാലേ ഏത് കൊലകൊമ്പനും വീഴും. ഇവിടിപ്പോ ഞങ്ങളുടെ കൊമ്പ് IPC 489C. കള്ളനോട്ട് കയ്യിൽ വയ്ക്കൽ. ഇനിയിപ്പം വേണമെങ്കിൽ മറ്റൊരു കൊമ്പൻ വകുപ്പൂടി എഴുതി ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റും കേട്ടോ. IPC 353 പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറയും. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ കള്ളനോട്ടുമായിട്ട് ഒരുത്തൻ കാറിൽ പോകുന്നു ഇൻഫർമേഷൻ കിട്ടുമ്പോ കോടതിയിൽ നിന്ന് പേപ്പർ വരട്ടെ എന്ന് കാത്തു നിൽക്കാറില്ല ഈ നാട്ടിലെ പോലീസുകാരും. ആദ്യം അവനെ അങ്ങ് പൊക്കാറാ പതിവ്. ഇനി തൃച്ചംബരമായതുകൊണ്ട് അത് തെറ്റിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശവുമില്ല. അപ്പോ നമുക്കങ്ങ് സർക്കാരിന്റെ തറവാട്ടിലേക്ക് പോയാലോ? പ്രേംനാഥ് സർ. സർ, സർ, ഇതെന്തോ ചതിയാണ്. ഇവനെ കൊണ്ടുപോകരുത്. ഞങ്ങളുടെ ഈ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ അല്പം സമയം വേണം. ഒരു സമയവും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങോട്ട് മാറിയിക്ക്. സർ പ്ലീസ്, എന്റെ അനിയൻ ഈ വക തെറ്റൊന്നും ചെയ്യില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അല്പം സമയമാണ്. ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഈ കാശ് എന്താണെന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സ്പ്ലെയിനും ഇല്ല. പോലീസുകാരെ തടയാതെ അങ്ങോട്ട് മാറിയിക്കണോ? പ്രേംനാഥ് സർ. അത് നിനക്കത്തുണ്ടല്ലോ. സാർ കണ്ടില്ലല്ലേ?
കാണാത്തതല്ല അഖിലേ, കണ്ണു പിടിക്കാത്തതാണ്. രാജശേഖരൻ തമ്പി സാറിന് 9 മാസം കഴിഞ്ഞ് റിട്ടയർമെന്റ് അല്ലേ, കണ്ണട വയ്ക്കാനുള്ള സമയം കഴിഞ്ഞത്. മുന്നിട്ടിറങ്ങി തൃച്ചംബരത്തേക്ക് വന്നത് അത് കൃഷ്ണേട്ടാ, ഇദ്ദേഹത്തിന് ചില ദിവ്യജ്ഞാനമൊക്കെ ഇടയ്ക്ക് കിട്ടാറുള്ളതാ. ഓ, അതാ വീടിനകം ഒഴിവാക്കിയിട്ട് നേരെ കാറിനുള്ളിൽ തന്നെ സെർച്ച് തുടങ്ങിയതും കാശ് കണ്ടെത്തിയതും. പക്ഷേ നമ്മളിത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ അരവിന്ദിനെ ഏൽപ്പിച്ചിരുന്ന കാശാണെന്ന് മാത്രം പാവം അറിഞ്ഞില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക്? അതെ. തൊണ്ടി മുതലാ സർ. അങ്ങോട്ട് ചിലത് പറയാം. IPC 499 and 500 സ്വജനപക്ഷപാതം കാണിച്ച് ഒരാളെ തെരഞ്ഞുപിടിച്ച് ബോധപൂർവം അപമാനിക്കാൻ ശ്രമിക്കൽ. പോരാത്തതിന് CRPC 119 വകുപ്പും. വീട് കയറി അതിക്രമം കാണിച്ചതിന് IPC 437 വകുപ്പുകളും. വ്യാജ തെളിവുണ്ടാക്കിയതിന് IPC 192 വകുപ്പ് വേറെയും പിന്നാലെ വരും. ഇപ്പൊ അതൊന്നും നോക്കണ്ട, നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം. സുബണ, ഇതെന്താ ഇങ്ങനെ? ഈ ആഹാരത്തിനൊക്കെ എന്താ വല്ലാത്ത രുചി വ്യത്യാസം? ഇതാരാ ഉണ്ടാക്കിയത്? കല്യാണി എവിടെ? നീ എവിടെയായിരുന്നു? എന്താ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അത് മാഡം, ഞാൻ പച്ചക്കറി വാങ്ങാനായിട്ട്.
നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വളരെ ആഗ്രഹത്തോടെ ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പൊ നീയുമില്ല, നീ ഉണ്ടാക്കിയ ഭക്ഷണവും ഇല്ല. കടന്നു പോടി എന്റെ മുമ്പിന്ന്. നിന്നെ കണ്ടില്ല, എനിക്ക് നൊന്തു. എന്റെ കൃഷ്ണേട്ടന്റെ ജീവൻ നീ രണ്ടാമതും രക്ഷിച്ചു. ഇതിനൊക്കെ പകരമായി ഞാൻ എന്താ നിനക്ക് നൽകേണ്ടത്? നന്ദിയുണ്ട് കല്യാണി, ഒരുപാട് നന്ദിയുണ്ട്. ഇടപെടാതിരുന്നാ മതിയായിരുന്നു. അതൊക്കെ ആനന്ദും അരവിന്ദും കൂടെ കൈകാര്യം ചെയ്തോളും. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. നന്ദന എന്ന് തിരികെ എത്തും. വിസിറ്റിംഗ് ലെക്ചറല്ലേ, വൈകാൻ വഴിയില്ല. ആ, കൂടെ മഹേശ്വരി ഉണ്ട്. ആ, അക്കാര്യം അഖില അറിഞ്ഞില്ലല്ലോ. മഹേശ്വരി എന്റെ മുമ്പിൽ വന്ന് ഇവിടുത്തെ സ്വത്ത് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഓഹോ, അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അരവിന്ദ് അറിഞ്ഞു. കിഴക്കൻ കാറ്റിങ്ങനെ വീശും, നമ്മൾ അങ്ങനെ ഇരിക്കും. കാറ്റ് വീശി ആ വഴിക്ക് എങ്ങും പൊയ്ക്കോളും. ഇളയച്ചൻ വന്നപ്പോ പറഞ്ഞത് തൃച്ചംബരത്തെ ദുർനിമിത്തങ്ങൾ മാറിയിട്ടില്ലെന്നാണ്. ഒക്കെ മാറും കൃഷ്ണേട്ട. 108 ഭാവങ്ങളിലിരിക്കുന്ന മഹാദേവ ക്ഷേത്രങ്ങളിലും 64 ഭാവങ്ങളിലിരിക്കുന്ന ശ്രീപാർവതി ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വരുന്നത്. അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഉറപ്പ്. ശരിയാണെങ്കിൽ പക്ഷേ മഹാദേവനും ദശാസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു. കണ്ടകശനിയെ നേരിട്ടു. അഖിലാന്റി അതോടെ കല്യാണം നിർത്തിവെക്കും. എന്താ, ശരിയല്ലേ? ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ അമ്മ ഒരിക്കൽ കൂടി ജാതകം നോക്കാൻ തയ്യാറാവോ? അതാണ് സുബ്ബണ്ണ പ്രശ്നം. അമ്മ വീണ്ടും ജാതക പൊരുത്തം നോക്കാൻ തയ്യാറാവണ്ടേ? നമ്മളൊന്നും പറഞ്ഞ അമ്മ അതിന് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് വിട്ടേക്ക്. അതല്ല സുബ്ബണ്ണ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മച്ചു. അഖിലേ, ജൂൽസ് ഏർപ്പാട് ചെയ്തിട്ടില്ല. അത് നീ ചെയ്തു കൊള്ളാന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ അതിന് വലിയ ശ്രദ്ധ കൊടുക്കാത്തത്. ഇനി അധികം സമയമില്ല. കല്യാണം ഒന്നല്ല, 50 ജോഡികളുടെ സമൂഹ വിവാഹവും കൂടെയുണ്ട്. അത് മറക്കരുത്. അഖിലേ, എന്തു പറ്റി? പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം
ജഗന്നാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശ്വാനമീധേ. സന്ദേഹം വേണ്ട, ഇളയച്ചൻ ഋഷികേശ സ്വാമികൾ ഇവിടെ ഉണ്ടാകുമെന്ന് കേട്ടു. ആദിശങ്കരൻ മഠങ്ങൾ 4ഉം 108 ശിവക്ഷേത്രങ്ങളും ദർശിച്ചു വന്ന ആ പുണ്യാത്മാവിനെ ഒന്ന് കണ്ടുപോകണം, അത്രമാത്രം. സ്വാമി അകത്തേക്ക് വരൂ. വരൂ, ഇരിക്കൂ സ്വാമി. ഇളയച്ചൻ വന്നിരുന്നു, പക്ഷെ അകത്തേക്ക് കയറിയില്ല, മടങ്ങി. കയറാതെ മടങ്ങുകയോ? പുണ്യം തേടി അലഞ്ഞു വന്നിട്ടും പാപഭാരമുണ്ട് മനസ്സിൽ, അല്ലേ? ആശങ്കപ്പെടുന്നവന്റെ ആശ്വാസമാണ് വിശ്വാസം. ഭയപ്പെടണ്ട, ചവിട്ടി അരച്ചാലും ചന്ദനം മണക്കുന്ന ചിലരുണ്ട് ഈ തൃച്ചംബരത്ത്. നിഴൽ ദോഷക്കെടുതികൾ അകലാൻ അതേ ഉള്ളൂ ഒരേ ഒരു വഴി. അധികം വൈകാതെ ഏവരും തൃച്ചംബരത്തു നിന്ന് മാറി ശ്രീചക്രം സ്ഥാപിച്ച ശേഷം തിരികെ വരിക. അങ്ങനെ ആവാം സ്വാമി. ഒരു പുനഃപ്രതിഷ്ഠാ കർമ്മം ഉണ്ടായിരുന്നു. പറ്റിയാൽ ഋഷികേശ സ്വാമികളെ കൂടി കൂട്ടാമെന്ന് കരുതിയ ഇതുവഴി വന്നത്. പ്രതീക്ഷയ്ക്ക് വിഘാതം. മടങ്ങുന്നു. നമ്മള് തറവാട് വീട്ടിലേക്ക് തൽക്കാലം മാറുന്നു. ശരി. അങ്ങനെ കല്യാണം നടന്ന പിന്നെ മരണം വരെ അവരുടെ ജീവിതത്തിന് ഒരു വല്ലാത്ത മധുരമായിരിക്കും. ജീവിതം ഒരു കരിമ്പിൻ തോട്ടമാണ്. കരിമ്പിന് മധുരം ഉണ്ടെങ്കിലും കരിമ്പിൻ തോട്ടത്തിൽ കയറിയ മേലാകെ മുറിയും. എന്നാ ഞാൻ പോട്ടെ. പൊയ്ക്കോട്ടെ എന്റെ കെട്ടിയോളെ. ാക്കണം. വിലാസിനിക്ക് സ്വത്ത് കിട്ടണം. ഇവർക്കൊക്കെ തൃച്ചംബരത്തിന്റെ കീഴ്വഴക്കങ്ങൾ അറിയില്ലെന്നുണ്ടോ? ആന്റി, എന്താ കെങ്ങെ, നീ എവിടേക്കാ? 1-2 സ്ഥലങ്ങളിൽ കൂടി കല്യാണം വിളിക്കാനുണ്ട്. അടുത്ത ബന്ധുക്കളാ. ഞാനും കൂടി ചെല്ലണമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം ഒന്നുകൂടി നോക്കാൻ ഒരു ജ്യോത്സ്യം വരുന്നുണ്ട്. അയ്യോ, അച്ഛനും അമ്മയും അവിടെ ഒരുങ്ങി നിൽക്കാ ആന്റി. ആണോ? വരുത്തേണ്ടത് നല്ല കാര്യം. എവിടെ വെക്കണം? ഇവിടെ വച്ചാ മതി. ജ്യോതിഷഗണിതം നോക്കുമ്പോ ഈശ്വര സാന്നിധ്യം അനിവാര്യമാണ്. വെളിച്ചം ദൈവമായതുകൊണ്ട് വിളക്ക് കൂടിയേ തീരൂ. രസകരവും അത്ഭുതകരവുമായ ഒരു കാര്യം എനിക്ക് തുറന്നു പറയേണ്ടി വരും. അത്
ജ്യോതിഷശാസ്ത്രം തെറ്റാണെന്ന ചിന്ത ആർക്കും വേണ്ട. ചില സത്യങ്ങൾ അത് വെളിപ്പെടുത്താതെ തരമില്ല. എന്താണ്? മകൻ നക്ഷത്രക്കാരി എന്ന് പറയപ്പെടുന്ന ഗംഗ എന്ന കുട്ടിയുടെ ഈ ജാതകം എന്റെ കയ്യിൽ അറിയാതെയാണെങ്കിലും ആദ്യം കിട്ടിയ മകൻ നക്ഷത്രക്കാരിയായ കല്യാണിയുടെ ജാതകത്തെ പഞ്ചസത്യം. എല്ലാത്തിനും ഈശ്വരൻ സാക്ഷിയാണ്. ഈശ്വരാനുഗ്രഹമുള്ളവർ രക്ഷപ്പെടും. എന്റെ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സംഭവാമി യുഗേ യുഗേ. കള്ള ജാതക അങ്ങനെ പൊളിഞ്ഞു. ഇനി ഗംഗയുടെ മൂത്ത മരുമകൾ പദവി വിവാഹ. ശരി, വേണ്ട. കൃഷ്ണേട്ടൻ എന്നെ തടയരുത്. കള്ളം എപ്പോഴും സഞ്ചരിക്കുന്നത് സത്യത്തിന്റെ വേഷത്തിലാ കൃഷ്ണേട്ട. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. ഞാനും നിന്റെയൊക്കെ കൂട്ടിനുണ്ടായിരുന്നു എന്ന് അറിയുന്ന നിമിഷം എന്നെ ജീവനോടെ കത്തിക്കും ആ അഖിലാണ്ടേശ്വരി. എന്റെ ഈശ്വര, ഏത് നശിച്ച സമയത്താണോ എന്തോ നിങ്ങളുടെയൊക്കെ കൂടെ കൂട്ടുകൂടാൻ തോന്നിച്ചത്. സകലതും കൈവിട്ടു പോയ അവസ്ഥയാ എന്റേത്. സർവ്വ നിയന്ത്രണവും പോയി നിൽക്കാ ഞാൻ. കൂൾ കൂൾ. അവിടെ എന്താ സംഭവിച്ചത്? ഓ, ഇനിയിപ്പോ എന്ത് സംഭവിക്കാനാ? ഇവളുടെ ജാതകം കള്ള ജാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിക്കളിച്ചൊരു കളി പാളി. ഒരു ചെറിയ മിന്നലാട്ടം, അതിന് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. മിന്നലിന് പുറകിൽ വരുന്ന ചെറിയ ഇടിമുഴക്കത്തിൽ അത് അവസാനിക്കും. പക്ഷെ മിന്നലിനോടൊപ്പം വരുന്ന ഇടിമുഴക്കത്തിന് ശക്തി കൂടും. നാട്ടിലതിനെ വെള്ളിടി എന്ന് പറയും. അതുകൊണ്ട് ആന്റി നേരെ തൃച്ചംബരത്തേക്ക് വിട്ടോ. കൂട്ടത്തിൽ ഗംഗയും കൂട്ടിക്കും. പ്രിയങ്കയെ ഞാൻ ഇറക്കിക്കുന്നു കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് ചെല്ല. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. തല താഴ്ത്തിയല്ല, പണമെടുത്ത്. വൈകിക്കണ്ട, പൊയ്ക്കോ. അടികൊണ്ട പാമ്പിന്റെ പകയ എന്റെ ഉള്ളില. പ്രിയങ്ക പറഞ്ഞില്ലേ, ചെല്ലേ. ഇനി സംസാരിച്ചു നിൽക്കണ്ട, ഗംഗയും കൂടെ പൊയ്ക്കും. ഇവളാണ് എന്റെ മാണിക്യം. ഈ മാണിക്യത്തിന് കാവലായിരിക്കും എന്നും ഭണമെടുത്താടുന്ന ഈ നാഗം. ഇരുളിന്റെ മറവിലും
ആളൊഴിഞ്ഞ ചതുപ്പിലും വരെ ഞാനുണ്ടാവും. കരുതിയിരിക്കാൻ പറയാ തൃച്ചംബരത്തുകാരോട്. ബലികർമ്മങ്ങൾക്കുള്ള കളമെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ക്ഷമിക്കോ? അല്ല, എന്താ അമ്മയുടെ അവസ്ഥ? ഒന്നും പറയാൻ പറ്റില്ല. ഇടിവെട്ടും കൊടുങ്കാറ്റൊക്കെ പുറകെ വരുന്ന പ്രതീക്ഷിക്കാം. അല്ല, ഈ സമയം നോക്കി ഗംഗ മുങ്ങിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ടേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ അമ്മയുടെ കൈയോടെ കാരണം പൊളിക്കും, അതുറപ്പാ. കള്ളജാതകം ഉണ്ടാക്കി എന്റെ മകനെ കല്യാണം കഴിക്കാന്ന് കരുതിയോ നീ? ഞങ്ങളെ കബളിപ്പിച്ച് തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാമെന്ന് നീ വ്യാമോഹിച്ചോ? നീ എന്ത് കരുതി തൃച്ചംബരത്തെ പറ്റി? ഞങ്ങളെയൊക്കെ പമ്പര വിഡ്ഢികളാക്കി ഇതിനകത്ത് കയറി വാഴാന്ന് വിചാരിച്ചോ? ആന്റി, ഇറങ്ങടി പുറത്ത്, ഇറങ്ങി പോടി. അരവിന്ദ്, അമ്മ ഇത് പച്ചക്കള്ളമാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. തൃച്ചംബരത്തിന്റെ അന്തസ് തകർത്തതിന് ഇന്നു മുതൽ നിന്റെ ജാതകം ഞാൻ തിരുത്താൻ പോവാ. കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടാനും വേദനിക്കാനും എനിക്ക് താല്പര്യമില്ല. മോളെ, അച്ഛനമ്മമാർക്ക് പെൺമക്കളോട് ഒരല്പ സ്നേഹം കൂടുതലായിരിക്കും. ഞാൻ നിന്നെ തല്ലുകയോ കരയിപ്പിക്കുകയോ ചെയ്താൽ നിനക്കിത് മറക്കാൻ പറ്റും, പക്ഷെ എനിക്കിത് മറക്കാൻ പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്നേഹിച്ച് തീർന്നിട്ടില്ല മോളെ. സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നാ അച്ഛന് തോന്നുന്നേ. ചില മോഹങ്ങൾ നല്ലതിനല്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട മോളെ. ആ കണ്ണീരിൽ തെന്നി നമ്മൾ താഴെ വീഴും. കാലം അതിന് കണക്കും ചോദിക്കും. ഒരുമാതിരി വെളറി വെളുത്ത്. ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ആ പട്ടരുടെ ബുദ്ധിയാവാനാ സാധ്യത. നീ ഏതായാലും പ്രിയങ്കയെ ഒന്ന് വിളിക്ക്. മനസ്സ് നിറഞ്ഞ് അവളോടൊരു നന്ദി പറയണം എനിക്ക്, തോറ്റ കളി ജയിപ്പിച്ചതിന്. ഹലോ, എന്താ ഗംഗ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അഗ്നി താണ്ഡവം ഒരു ലാസ്യ നടനമായി അല്ലേ? എന്നാലും സൂക്ഷിക്കണം അഖിലാണ്ടേശ്വരി. മുൻപൊരുത്തി തൃച്ചംബരത്ത് കയറിക്കൂടി ചതിക്കാൻ നോക്കിയതാ പ്രിയങ്ക. നാഗമഠത്ത് പ്രിയങ്ക വർമ്മ. മോളെ, ദേ നോക്ക്, നമ്മൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഇനി മുതൽ തൃച്ചംബരത്ത് കല്യാണ ഒരുക്കങ്ങളാ.
സംശയിക്കണ്ട, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ നീ തന്നെയാണ്. സന്തോഷായില്ലേ? തെറ്റിദ്ധരിക്കായിരുന്നാ മതി. അവരുടെ ധാരണ നമ്മൾ എങ്ങനെ മാറ്റും? കുഴപ്പക്കാരെന്നുള്ള പേര് ദോഷം എനിക്ക് പണ്ടേ ഉള്ളതല്ലേ ബ്രോ. അതങ്ങനെ തന്നെ കിടക്കട്ടെ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ബ്രോയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചിട്ടാ ഭയം. ഈ സംഭവത്തിലൂടെ ഗംഗ അമ്മയുടെ മനസ്സിൽ ഒന്നുകൂടി കയറി അങ്ങ് ഉറച്ചു. ഇതൊരു ബെർമുഡ ട്രയാങ്കിളാ. ഇപ്പൊ പെട്ടുകിടക്കേ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? പതറാതെ, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. അച്ഛനെന്താ ഇത്ര താമസിച്ചേ? എവിടെ പോയിരുന്നു? തൃച്ചംബരത്ത് നാളെ അനുഗ്രഹ പൂജയല്ലേ, പൂക്കളും പൂജാസാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോയിരുന്നു. ചടങ്ങിന് ഞാനുണ്ടാവില്ല. കമ്പനി കാര്യത്തിന് വണ്ടിയുമായി തെങ്കാശി വരുന്നു പോണു. അപ്പോ ഞാൻ പോയി ആ പൂക്കളൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ? വേണ്ട, അത് അതിരാവിലെ കുറച്ച് നേരത്തെ അങ്ങ് പോയാ മതി. അഖിലാമേടം വന്നതോടുകൂടി തൃച്ചംബരത്തൊരു ഉത്സവത്തിന്റെ പ്രതീതിയാ. കല്യാണം അടുക്കല്ലേ. അല്ല, അനിയൻകുട്ടനെവിടെ? അത് അവൻ ഉറങ്ങി. ആ